sir. Hi, miss. അടുത്ത മാസം കേട്ടിട്ട് എക്സാം നടക്കാണ് അല്ലേ? അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് പറയാൻ പറഞ്ഞ കുട്ടികളെ ഒന്നുകൂടി ഒന്ന് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ടോപ്പിക്സ് പറയാൻ പറഞ്ഞ ഏതൊക്കെയാണ് പറയാ? അതെ, നമ്മുടെ പിള്ളേരൊന്നും നമുക്ക് ഡബിൾ സ്ട്രോങ് ആക്കണം അല്ലേ? അത് പറയുകയാണെങ്കിൽ ഇപ്പോ സിലബസ് വൈഡാണ്, പക്ഷെ നമുക്ക് പെട്ടെന്നൊരു പ്രിഫറൻസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭാരതേന്ദു, ദ്വിവേദി, അതുപോലെ തന്നെ പ്രാചീനിലാണെങ്കിൽ ആദികാല്, ഭക്തികാല്, രീതികാല്. അപ്പൊ ഇതിലെല്ലാം വരുന്ന പ്രധാനപ്പെട്ട രചനാകാരന്മാരുണ്ട്, രചനകളുണ്ട് അല്ലെ? അപ്പൊ അത് നമുക്ക് എന്താണ് കൂടുതൽ പ്രിഫറൻസ് ഒക്കെ പഠിക്കുവാണെങ്കിൽ നല്ല സ്കോർ നമുക്ക് നേടാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പ്രഗതിവാദമാണെങ്കിലും ഛായവാദിലാണെങ്കിലും അതിലും എന്താണ് മെയിൻ ടോക്സ് ആളുകളുണ്ട് അല്ലെ? അപ്പൊ അവരുടെ രചനകൾ മാത്രം എടുത്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ വിധകൾ വരുന്നുണ്ടല്ലോ, കഹാനി, ഉപന്യാസമൊക്കെ വരുന്നുണ്ട്, അതിലും ഇതുപോലെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ സിലബസിലൊക്കെ ഉള്ള രചനകളുണ്ട് പിള്ളേർക്ക്, PG പിള്ളേർക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അതാണ് കൂടുതൽ കേട്ടതിൽ ചോദിക്കും. ഇപ്പൊ HSA പോലൊന്നും അങ്ങനെ ഗംഭീരമായിട്ടുള്ള ചോദ്യങ്ങൾ വരില്ല, പക്ഷെ എങ്കിലും നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ? മിസ്സിന് എന്താ തോന്നുന്നത് വേറെ ഇപ്പോ ആഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ K3 ആണെങ്കിൽ സ്പെഷ്യല് K4 പോലെയല്ല, K3 കുറച്ച് സബ്ജക്ട് എക്സ്ട്രാ വരണുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഭാഷാവിജ്ഞാന, കാവ്യശാസ്ത്ര പോലെയുള്ള ടോപ്പിക്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ അതുകൂടി കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം നോക്കണം. അത് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, നന്നായിരിക്കും. സാറ് പഠിക്കുന്ന സമയത്ത് സാറിന് ഏതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്? എനിക്ക് സത്യത്തിൽ പാശ്ചാത്യ കാവ്യശാസ്ത്രം, ഭാരതീയ കാവ്യശാസ്ത്രം ഉണ്ട്. പിന്നെ നമ്മുടെ ഭാഷാവിജ്ഞാനം, സ്വനിമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ചെയ്തത് ആക്ച്വലി ഒന്ന് എഴുതി പ്രത്യേകം ഒരു ടേബിളൊക്കെ ആക്കിയിട്ട് ആണ് ബൈ ഹാർട്ട് ചെയ്യാനൊക്കെ പഠിച്ച് നോക്കിയത്. പിന്നെ കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ നോക്കിയത്. അപ്പൊ അതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു, കാരണം മറ്റു പോർഷൻസ് വലിയ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്താണ് അധികം ബുദ്ധിമുട്ടുള്ളതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത്. മിസ്സിന് എങ്ങനെയായിരുന്നു? എനിക്ക് ഗ്രാമർ ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ ഞാനത് പ്രത്യേകം എടുത്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി അതിലൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചത്. നമുക്കറിയാം നെറ്റിലും ആണെങ്കിൽ തന്നെ സെറ്റിലൊക്കെ ആണെങ്കിൽ തന്നെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ കുറെ വ്യത്യാസം വരുന്നുണ്ട്. ഈ കേട്ടിട്ട് എങ്ങനെയാണ്, അതായത് പ്രീവിയസിന്റെ റിപ്പീറ്റ് വരുന്നുണ്ടോ അതോ പാറ്റേണിൽ വലിയ വ്യത്യാസമൊക്കെ വരുന്നുണ്ടോ? മിസ്സിന് എന്താ തോന്നുന്നത്? ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പാറ്റേൺ കുറച്ചുകൂടി ഒന്ന് വൈഡായി. ഇപ്പോ K4 അത്ര വൈഡായിട്ട് ചോദിച്ചിരുന്നില്ല, കറക്റ്റ് സിലബസിലുള്ള മാത്രം ചോദിച്ചിരുന്ന സമയത്ത് കഴിഞ്ഞ തവണ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ട് രചനകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും ഇത്തവണ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട്. അല്ല മിസ്സേ, ഇപ്പൊ നമുക്ക് JLT-ലൊക്കെ ഇനിയിപ്പോ എങ്ങനെയാണ് അതിന്റെ സാധ്യതകളൊക്കെ? ഇനിയിപ്പോ ഒരു എക്സാം കഴിഞ്ഞു, എന്നാലും ഇനിയിപ്പോ ഒരുപാട് പിള്ളേർ ഇനിയും വരുന്നുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് സാധ്യതകൾ? ഇനി നിലവിലിപ്പോ ഒരു എക്സാം കഴിഞ്ഞ് നിക്കണയാണല്ലോ. അപ്പൊ ഇനി അതിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ നടന്നതിന് ശേഷമാണ് അടുത്ത JLT വിളിക്കുക. അപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം വിളിക്കും. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ കേട്ടിട്ട് ക്രാക്ക് ചെയ്യുക. അപ്പൊ ഓരോ തവണ ഓരോ വർഷം ചെല്ലുന്തോറും എക്സാം കുറച്ചുകൂടി ടഫായിട്ട് വരികയാണ്. അപ്പൊ എത്ര പെട്ടെന്ന് നമ്മൾ ക്രാക്ക് ചെയ്യണോ അത്രയും നല്ലത്. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.